നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ ഡോക്ടറെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് കുടുംബം. ഡോക്ടർ ബിന്ദു സുന്ദരനെ അറസ്റ്റ് ചെയ്തതിനു ശേഷമേ പോസ്റ്റ്മോർട്ടത്തിനായി കുട്ടിയുടെ മൃതദേഹം വിട്ടുനൽകൂ. ധാർഷ്ട്യത്തോടെയായിരുന്നു ഡോക്ടറുടെ പെരുമാറ്റമെന്നും 36-ാം വയസ്സിൽ പ്രസവിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞെന്നും യുവതിയുടെ ഭർത്തൃ സഹോദരി പറഞ്ഞു. ഇവിടെ അനസ്തേഷ്യ കൊടുത്ത് 5-10 മിനിറ്റിനാകുമ്പോഴാണ് ശരീരത്തിൽ മരവിപ്പ് തുടങ്ങുന്നത്. 5 മിനിറ്റിനകം ഇവർ സിസേറിയനും കഴിഞ്ഞു. 2:25 ആയപ്പോൾ എല്ലാം കഴിഞ്ഞു. PG ഡോക്ടറെയും കൂടെയാണ് വെച്ചത്. ഇവർ വാതിൽ നിൽക്കും, PG ഡോക്ടറാണ് ബാക്കി കാര്യങ്ങൾ. 2:20 വരെ PG ഡോക്ടർ പഠിച്ച് എന്താണ് പ്രസവമെന്ന് പഠിച്ചിട്ടാണ് 2:20 കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് വെപ്രാളം. ആ സമയത്ത് ബ്ലഡിന് വരെ ഇവരെ കുറച്ചും കൂടെ കഴിഞ്ഞെങ്കിൽ ബ്ലഡും കൂടെ കിട്ടിയില്ലായിരുന്നു ഈ അമ്മയും മരിക്കുമായിരുന്നു. അത്രയ്ക്ക് വെപ്രാളമായിരുന്നു ഇവർ കാണിച്ചത്. ഇപ്പം പറയണത് 36 വയസ്സിൽ പ്രസവിക്കാൻ പറ്റൂലെന്നാണ് പറയുന്നത്. അങ്ങനെ അത്രയും കോംപ്ലിക്കേഷൻ ഇവർക്ക് തോന്നിയിരുന്നെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് SITയിൽ അങ്ങോട്ട് റെഫർ ചെയ്യാമായിരുന്നല്ലോ ഞങ്ങളെ. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ കുടുംബത്തിന്റെ പ്രതികരണമാണ് കേട്ടത്. ചെറിയൊരു ആരോപണമല്ല, ഗുരുതരമായ ആരോപണം തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. ഡോക്ടറെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് കുടുംബം പറയുന്നത്. അതോടൊപ്പം തന്നെ ഡോക്ടർ ബിന്ദു സുന്ദരനെ അറസ്റ്റ് ചെയ്തതിനു ശേഷമേ പോസ്റ്റ്മോർട്ടത്തിനായി കുട്ടിയുടെ മൃതദേഹം വിട്ടു നൽകൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതുവരെയും ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ കഴിഞ്ഞിട്ടില്ല. ഒരു നിർബന്ധിത അവധി എന്നതിനപ്പുറം ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഈ കുടുംബം ആരോപിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ അറിയാം. അവർ പറയുന്നത് അനസ്തേഷ്യ കൊടുക്കുന്നത് 2:20-നാണ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എങ്കിലും എടുക്കാതെ അനസ്തേഷ്യ എഫക്റ്റ് ഉണ്ടാവില്ല ശരീരത്ത്. പക്ഷേ 2:25 ആയപ്പോഴേക്കും സിസേറിയൻ കഴിഞ്ഞ് കുട്ടിയെ പുറത്തെടുത്ത് കഴിഞ്ഞിരുന്നു. അത്തരത്തിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡോക്ടർമാർ, PG ഡോക്ടർമാർ ഉച്ചവരെ പഠിച്ച ശേഷം ഉച്ചയ്ക്ക് നേരെ കയറി സിസേറിയൻ ചെയ്തു എന്ന രീതിയിൽ വരെ ഗുരുതരമായൊരു ആരോപണമാണ് കുടുംബം ഉന്നയിച്ചിരിക്കുന്ന. വിവരങ്ങളുമായി നമ്മോടൊപ്പം ദിസ്ന ചേരുന്നുണ്ട്. ദിസ്ന, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ഒരു കുട്ടിയുടെ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി താമസിച്ചിരുന്നെങ്കിൽ, രക്തം പോലും കിട്ടാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ കുട്ടിയുടെ അമ്മയും മരിച്ചിരുന്നേനെ എന്ന് ഭർത്തൃ സഹോദരി പറയുന്നു. എന്തൊക്കെയാണ് കുടുംബം പറയുന്നത്? തീർച്ചയായും അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ചികിത്സാ പിഴവ് പോകുന്നത്. നമുക്കറിയാം, സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ആശുപത്രി. ഈ നെടുമങ്ങാട് ആശുപത്രിക്കെതിരെ നേരത്തെയും സമാനമായ രീതിയിൽ ചികിത്സാ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2021 കൊല്ലം സ്വദേശി നസിയ ഇത്തരത്തിൽ പ്രസവത്തിനായി എത്തുന്നു. പിന്നീട് ജനിച്ചയുടൻ തന്നെ ഈ നവജാത ശിശുവിന് 2 തവണ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു സംഭവത്തിലേക്ക് പോകുന്നതൊക്കെ ഇപ്പോൾ നിരവധി പരാതികൾ ഉയർന്നു വരുന്നു. അതിനുശേഷം ആ കുട്ടിക്ക് ഫിക്സ് വരികയും പിന്നീട് SITയിലേക്കൊക്കെ ഡോക്ടർമാർ മാറ്റുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി വാർത്തകൾ ഈ ആശുപത്രിക്കെതിരെ ഉയർന്നു വരികയാണ്. എന്തായാലും കുടുംബം ഉറച്ച നിലപാടിലാണ്. പോലീസിനോട് അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അവർ പ്രധാനമായും പറയുന്നത് ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാതെ ഈ പോസ്റ്റ്മോർട്ടത്തിന് കുഞ്ഞിൻ്റെ മൃതദേഹം വിട്ടു നൽകില്ല, അത്തരത്തിൽ ആ മൃതദേഹം തങ്ങൾ സ്വീകരിക്കില്ല എന്നൊരു കാര്യം തന്നെയാണ് ഈ കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മൾ 2 പ്രതികരണങ്ങൾ കണ്ടു. ഒന്ന് സഹോദരിയുടെ പ്രതികരണവും അതോടൊപ്പം തന്നെ അമ്മയുടെ പ്രതികരണവുമാണ് കണ്ടത്. അതിൽ പറയുന്നത് ഇത്തരത്തിൽ നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുവാൻ ഇവർ ആവശ്യപ്പെടാത്തത് എന്ന് തന്നെയാണ് അവർ ചോദിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ന്യായമായ ഒരു കാര്യമാണ്. അതായത് 16-ാം തീയതി അവർ ഹോസ്പിറ്റലിൽ എത്തുന്നു, എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഈ പരിശോധനയിലൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് അനസ്തേഷ്യ നൽകി ഉടൻ തന്നെ സിസേറിയനിലേക്ക് കടക്കുകയാണ്. അനസ്തേഷ്യ നൽകി ഒരു 5 മിനിറ്റിന് കഴിഞ്ഞ് എങ്ങനെയാണ് സിസേറിയൻ ചെയ്യുക എന്നതൊക്കെയുള്ള ചോദ്യം തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്നത്. പിന്നീട് വലിയ രീതിയിൽ ഡോക്ടർ വെപ്രാളം കാണിക്കുന്നതാണ് ഇവർ കാണുന്നത്. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പ്രതികരിക്കാൻ തയ്യാറായില്ല. പിന്നീട് കാറിലേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. പിന്നെ നാട്ടുകാരെല്ലാം കൂടിയാണ് ഈ ഡോക്ടറെ തടഞ്ഞു വെക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ കുടുംബം വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം ഈ ഹോസ്പിറ്റലിന് മുന്നിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJPയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിലാണ് അല്പസമയത്തിനകം ആശുപത്രിയുടെ അകത്തേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് കടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഈ ഡോക്ടറെ താൽക്കാലികമായി മാറ്റി നിർത്തിയത് കൊണ്ടൊന്നും ഈ പ്രശ്നം ഇവിടെ അവസാനിക്കുന്നില്ല. കൃത്യമായ നടപടി ഉണ്ടാവണമെന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അമൽ, നെടുമങ്ങാട് ചികിത്സാ പിഴവിൽ കുട്ടിയുടെ കുടുംബത്തിന്റെ പ്രതികരണമാണ് കണ്ടത്. 36-ാം വയസ്സിൽ പ്രസവിക്കാൻ കഴിയില്ലെന്നടക്കം ഡോക്ടർ പറഞ്ഞെന്നും യുവതിയുടെ ഭർത്തൃ സഹോദരി പറയുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെയായാലും ഡോക്ടർക്കെതിരെ ഒരു നടപടി ഉണ്ടാകാതെ പിന്നോട്ടിലും തന്നെയാണ് കുടുംബം പ്രതികരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.